കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ കേൾക്കുമ്പോൾ, എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ. എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെ സപ്പോർട്ട് ചെയ്ത മനസ്സറിഞ്ഞു കൂടെ നിന്ന ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അനീഷ് നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയത്. ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അനീഷ് കൂട്ടിച്ചേർത്തു. പക്ഷേ അനുമോളാണ് ബിഗ് ബോസ് സീസൺ 7ന്റെ ടൈറ്റിൽ വിന്നറായത്. എന്നാൽ അതിനെതിരെ പ്രക്ഷോഭം കൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം PR-ന്റെ പിൻബലത്തിൽ ആണെന്നും ബാക്കിയുള്ള എല്ലാ കോണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്താണ് അനുമോൾ ഇത് നേടിയത് എന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ അനുമോൾക്കെതിരെ ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് അനുമോൾ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. പക്ഷേ ഓരോ ഇന്റർവ്യൂകളിലും ഓരോ അഭിപ്രായം ആണ് അനുമോൾ പറയുന്നത്. ഇതിൽ നിന്നും ഏതാണ് സത്യം ഏതാണ് കളവ് എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്നാൽ യാതൊരു PR-ന്റെയും ഫാൻസിന്റെയും പിൻബലം ഇല്ലാതെ ഫസ്റ്റ് റണ്ണർപ്പായി മാറിയ അനീഷാണ് അനുമോളെക്കാൾ പ്രേക്ഷക മനസ്സ് കീഴടക്കിയിരിക്കുന്നത്. അത്രയും വലിയ സ്വാഗതമാണ് അനീഷിന് ഓരോരുത്തരും നൽകിയിരിക്കുന്നത്. പക്ഷേ അനുമോളോട് അനീഷിന് ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്നും ഇനിയും ഒരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്നും അനീഷ് വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് അനുമോളോട് പറഞ്ഞ തന്റെ പ്രണയ അഭ്യർത്ഥന യഥാർത്ഥമാണോ എന്നും ചോദിച്ചു അനീഷിന്റെ സോഷ്യൽ മീഡിയ പേജിന് താഴെയുള്ള കമന്റ് ബോക്സുകൾ നിറയുകയാണ്. എന്നാൽ അതിനൊന്നും ഇപ്പോഴും അനീഷ് മറുപടി പറഞ്ഞിട്ടുമില്ല. കാത്തിരിക്കാം അനീഷിന്റെ വാക്കുകൾക്കായി. അപ്പോൾ അനുമോൾ അനീഷിന്റെ ജീവിത പങ്കാളി ആവുന്നതിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അനുമോളുടെ കിരീട നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനുമോൾ ഡീസർവിംഗ് ആണോ? അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.